അങ്ങകലെ കോടമഞ്ഞ് മാറി വരുന്ന കാഴ്ചയിൽ തലയുയർത്തി നിൽക്കുന്ന കൊച്ചു ഗ്രാമം. പ്രകൃതിയെ ആവോളം അനുഗ്രഹിച്ച കാഴ്ചകളാൽ സമ്പന്നം. കാഴ്ചകൾ കണ്ടു തീർക്കുവാൻ മാത്രമല്ല, ജീവിതത്തിൽ എന്നും ഓർമ്മിച്ചു വയ്ക്കുവാൻ സാധിക്കുന്ന കുറേയേറെ നിമിഷങ്ങളും നൽകുന്ന നാട്. സഞ്ചാരികൾ മറന്ന ഇടമെന്നോ എത്തിച്ചേരുവാൻ വൈകിപ്പോയ നാടെന്നോ ഒക്കെ വിളിക്കാം. സീസണുകൾക്കനുസരിച്ച് രൂപം മാറുമെങ്കിലും സഞ്ചാരികളെ സന്തോഷിപ്പിക്കുന്ന കാഴ്ചയിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. യാത്രകളിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട നാടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഹിമാചൽ യാത്രകളിൽ, പ്രത്യേകിച്ച് ഷിംല യാത്രയിൽ അധികം കേട്ടിട്ടില്ലാത്ത ഇടമാണ് മഷോബ്ര. പലപ്പോഴും ഹിമാചൽ യാത്രയിൽ ഉൾപ്പെടാതെ പോകുന്നതിനാൽ സഞ്ചാരികൾക്കും ഈ നാട് അത്ര പരിചിതമല്ല. ഷിംലയിൽ നിന്നും വെറും 11 കിലോമീറ്റർ മാത്രം അകലെയാണ് മഷോബ്ര സ്ഥിതി ചെയ്യുന്നത്. എല്ലാ തരത്തിലുമുള്ള സഞ്ചാരികളെ സ്വാഗതം ചെയ്യുന്ന ഇവിടം യാത്രയിൽ സമാധാനം ആഗ്രഹിക്കുന്നവർക്കും സാഹസികതയ്ക്ക് പ്രാധാന്യം നൽകുന്നവർക്കുമെല്ലാം ഒരുപോലെ യോജിച്ചതാണ്. ഇൻഡസ് ഗംഗ നദിക്കരയിലാണ് മഷോബ്ര ഉള്ളത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന മഷോബ്ര സ്ഥാപിച്ചത് ഡൽഹൌസി പ്രഭുവാണ് എന്നാണ് ചരിത്രം പറയുന്നത്. മൗണ്ട് ബാറ്റന്റെയും ലേഡി എഡ്വിനയുടെയും ജീവചരിത്ര രേഖകളിൽ ഇക്കാര്യം പരാമർശിക്കുന്നുണ്ട്. പച്ചപ്പും പ്രകൃതി ഭംഗിയും ആവോളം ഇവിടെയുണ്ട്. പഴത്തോട്ടങ്ങളാണ് മഷോബ്രയിലെ മറ്റു പ്രധാന കാഴ്ച. ഷിംലയുടെ പഴക്കൂട എന്നാണ് മഷോബ്രയെ വിളിക്കുന്നത്. ഓക്ക് മരങ്ങളാലും ദേവദാരു കാടുകളാലും പൈൻ മരങ്ങളാലും എല്ലാം സമ്പന്നമാണ് ഇവിടുത്തെ ഓരോ ഇഞ്ച് ഭൂമിയും. വെറുതെ തരിശായി കിടക്കുന്ന ഒരു സ്ഥലവും ഇവിടെയില്ല. മഷോബ്രയിൽ എത്തിയാൽ ചെയ്യുവാൻ നിരവധി കാര്യങ്ങളുണ്ട്. ഇവിടേക്കുള്ള യാത്ര 1-2 ദിവസമാണെങ്കിൽ പോലും ഒരു നിമിഷം പോലും ഈ യാത്ര വെറുതെ ആയല്ലോ എന്ന് ചിന്തിക്കുവാൻ ഈ നാട് തോന്നിപ്പിക്കില്ല. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ ചെയ്യുവാൻ നിരവധി കാര്യങ്ങൾ ഇവിടെയുണ്ട്. റാഫ്റ്റിംഗ്, സ്കീയിങ്, പാരാഗ്ലൈഡിംഗ്, ട്രെക്കിംഗ്, പക്ഷി നിരീക്ഷണം എന്നിങ്ങനെ പട്ടിക നീളുകയാണ്. ഷിംലയിലേക്ക് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും കൃഷി ചെയ്തെടുക്കുന്നത് ഇവിടെയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വേനൽക്കാല വസതികളിൽ ഒന്ന് സ്ഥിതി ചെയ്യുന്നത് മഷോബ്രയിലാണ്. വേനൽക്കാലത്ത് രാഷ്ട്രപതി കുറഞ്ഞത് 2 ആഴ്ചയെങ്കിലും ഇവിടെ താമസിക്കുകയും കാടും കുന്നും ആവോളമുള്ള ഇവിടെ കാഴ്ചകൾ നടന്നു തന്നെ കാണാം. മരങ്ങൾക്കിടയിലൂടെ നടന്ന് കളങ്കമാകാത്ത പ്രകൃതിയെ അനുഭവിച്ചറിയാം. ശൈത്യകാലത്താണെങ്കിൽ ചെറിയ രീതിയിൽ മഞ്ഞും പ്രതീക്ഷിക്കാം. മഷോബ്രയെ അടുത്ത് പരിചയപ്പെടണമെങ്കിൽ ഈ നടത്തം തന്നെയാണ് ഏറ്റവും യോജിച്ച കാര്യം. മഷോബ്രയിലേക്ക് മാത്രമായി യാത്ര പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഷിംല യാത്രയിൽ ഒരു ദിവസം മാറ്റിവെച്ചാൽ കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ മഷോബ്ര. ഷിംലയിൽ നിന്ന് രാവിലെ തന്നെ ഇവിടെ എത്തി പകൽ മുഴുവൻ കാഴ്ചകളും ഇടങ്ങളും കണ്ട് രാത്രി ഇവിടെ തന്നെ ചിലവഴിച്ച് പിറ്റേന്ന് പകൽ തിരികെ പോകുന്ന വിധത്തിൽ യാത്ര പ്ലാൻ ചെയ്യാം. ഷിംലയുടെ അത്രയും ധാരാളമായ താമസ സൗകര്യങ്ങളൊന്നും ഇവിടെ ലഭിച്ചേക്കില്ല. യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ താമസ സൗകര്യം മുൻകൂട്ടി അന്വേഷിക്കുവാൻ മറക്കേണ്ട. വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാമെങ്കിലും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സമയമാണ് ഇതിന് ഏറ്റവും യോജിച്ചത്. വേനൽക്കാലത്തും വസന്തകാലത്തും മഷോബ്ര അതിൻ്റെ ഏറ്റവും മനോഹരമായ രൂപത്തിലാണ്. ശൈത്യകാലത്ത് ഇവിടെ ഇടയ്ക്കിടെ മഞ്ഞുവീഴ്ചയുണ്ടാകും. കുന്നുകളിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമമായതിനാൽ റോഡ് മാർഗമേ ഇവിടേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ. മഷോബ്രയുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഷിംലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഡ്രൈവ് ചെയ്തോ വാഹനങ്ങൾ വാടകയ്ക്കെടുത്തോ മഷോബ്രയിലെത്താം.